രാഹുൽ ഗാന്ധിയെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു തമാശ, അദ്ദേഹം നേതൃനിരയിൽ നിൽക്കുന്ന കാലത്തോളം, കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്ന കാലത്തോളം BJP സേഫാണ്. BJP ആഗ്രഹിക്കുന്നത് രാഹുലിൻ്റെ നേതൃത്വം തന്നെയാണ്, കോൺഗ്രസ്സിലാണെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലൊക്കെ. അതൊരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കും, എന്നിട്ട് രാഹുൽ ഗാന്ധി ഓടി ഒളിക്കുന്നൊരു സാഹചര്യമാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ഫുൾ ടൈം ഡിവോട്ടഡ് ആയുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇത് BJPക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. BJPയിലെ നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷായ്ക്ക് ഉൾപ്പെടെ എത്രത്തോളം കഠിനാധ്വാനം ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു നിലയിൽ അവരെ വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട ഒരു നേതാവ്, അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കാൻ വേണ്ടി മുൻനിരയിൽ നിൽക്കേണ്ട ഒരു നേതാവ് ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വിദേശ സന്ദർശനങ്ങൾ നടത്തുന്നു, അതും വളരെ ദുരൂഹമായ രീതിയിലുള്ള സന്ദർശനങ്ങൾ. ഇതൊക്കെ എങ്ങനെ ദഹിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം വെറും ഒരു നേതാവല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. ക്യാബിനറ്റ് റാങ്കിന് തുല്യമായ പദവിയാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായുള്ളൊരു പദവിയാണ് പ്രതിപക്ഷ നേതാവ് എന്നത്. ആ പ്രതിപക്ഷ നേതാവാണ് ഇത്രയും ക്രൂഷ്യലായുള്ള ഒരു സിറ്റുവേഷനിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരുപാട് പോർമുഖങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു അവസരം നിലനിൽക്കുമ്പോൾ രാജ്യം വിട്ടുപോയിരിക്കുന്നത്. 2 ആഴ്ചയായിട്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐസ്ലൻഡ്, അതുകൂടാതെ UK, പിന്നെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഒന്നുമില്ല. ഐസ്ലൻഡിലൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പോകേണ്ട ഒരു സാഹചര്യം രാഹുൽ ഗാന്ധിക്ക് എന്താണെന്നുള്ളതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഐസ്ലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ഒരു രാഷ്ട്രമാണ്. ജോഗ്രഫിക്കലി ഒക്കെ വേണമെങ്കിൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെയുള്ള അവസരം ഉണ്ടെന്നല്ലാതെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ക്രൂഷ്യലായുള്ള ഒരു സിറ്റുവേഷനിൽ രാഹുൽ ഗാന്ധി എന്തിനാണ് അവിടെ പോയതെന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഓറിയന്റേഷൻ പൊളിറ്റിക്സിൽ ഇത്രയേ ഉള്ളൂ എന്നതാണ് ഒരു പ്രസക്തമായ ഒരു വിഷയം. ഛാത്രോം കി ഗൂഞ്ച് എന്ന പേരിട്ട് കഴിഞ്ഞ മാസമാണ് കോൺഗ്രസ് കൊട്ടിഘോഷിച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി സംവദിക്കുന്ന പരിപാടി. ഈ പരിപാടി വലിയ മാറ്റമുണ്ടാക്കും, നരേന്ദ്രമോദി സർക്കാരിനെ വിറപ്പിക്കും, ജൻസികളുടെയും ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വികാരം കേന്ദ്ര സർക്കാരിനെതിരെയാക്കുമെന്നൊക്കെ ആയിരുന്നു അന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടത്. കോട്ടയിലെ, രാജസ്ഥാനിലെ കോട്ടയിലെ ആദ്യത്തെ പരിപാടി വലിയ സക്സസ് ആയി എന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞിരുന്നു. കോൺഗ്രസ് സർക്കിളിൽ ഇത് ചർച്ചയായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അതിനുശേഷം ഇത്തരം പരിപാടി, രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളും തമ്മിൽ സംവദിക്കുന്ന, വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, യുവാക്കളുടെ വിഷയങ്ങൾ, വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ, നീറ്റ് പരീക്ഷ ചോർച്ച, അതുകൂടാതെ CBSEയിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ചയാക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആ പരിപാടി മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പദ്ധതി കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി അതെല്ലാം ഇപ്പോൾ പൊളിച്ചിരിക്കും. അദ്ദേഹം വിദേശത്ത് നിന്ന് തിരിച്ചു വരാത്തത് കൊണ്ട് അദ്ദേഹം മിക്കവാറും 17-ാം തീയതി വന്നാലായി എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം കോൺഗ്രസിലെ പല ആളുകൾക്കും അറിയില്ല അദ്ദേഹം ഇന്ന് വരും എന്നുള്ളത്, അതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയിൽ നടക്കേണ്ടിയിരുന്ന, മറ്റ് നഗരങ്ങളിൽ നടക്കേണ്ടിയിരുന്ന പട്ന, അലഹബാദ്, ഡൽഹി, ഡെറാഡൂൺ, ഇവിടെയൊക്കെ നടത്തേണ്ടിയിരുന്ന ഛാത്രോം കി ഗൂഞ്ച് എന്ന പരിപാടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനിപ്പോൾ നടത്തുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. അതുമാത്രമല്ല, ആ ചൂടൊക്കെ പോയി. ആ പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതെല്ലാം ഏതാണ്ട് അസ്തമിച്ചു. നീറ്റ് പരീക്ഷയൊക്കെ നല്ല രീതിയിൽ തന്നെ പുനഃപരീക്ഷയൊക്കെ നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള, ഇത്രയും വൈറ്റലായുള്ള സമയത്താണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യം വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, രാജ്യത്തോട് അക്കൗണ്ടബിൾ ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ഐസ്ലൻഡിലൊക്കെ പോകുന്നത് എന്തിനാണ് അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്, പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് BJP പല വിമർശനങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനങ്ങൾ ദുരൂഹമാണ്, ചില രാജ്യവിരുദ്ധ ശക്തികളുമായി അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം ഒക്കെ BJP ഉന്നയിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരം റൂമുകൾ രാഹുൽ ഗാന്ധി ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്നതും ഒരു പ്രസക്തമായ കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെ തുടർച്ചയായിട്ട് വിദേശ സന്ദർശനങ്ങൾ നടത്തുന്നത് എന്തിനാണെന്നുള്ളത് അറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതും ഇത്രയും ക്രൂഷ്യലായുള്ളൊരു സിറ്റുവേഷൻ. കാരണം പ്രതിപക്ഷം ആകെ അങ്ങ് തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം സ്റ്റാലിൻ്റെ സാഹചര്യം, DMK എങ്ങനെ കൊലാപ്സ് ആയി എന്നുള്ളത്, TMCയുടെ അവസ്ഥ, മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അപ്പം BJPയെ നേരിടാൻ അല്പമെങ്കിലും പറ്റുക കോൺഗ്രസ്സിനാണെന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഒരു പരിധിവരെ ചില മാധ്യമങ്ങൾ വഴിയും ചില നെഗറ്റീവുകൾ കൊണ്ടുവന്നൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധി ഒരു കാരണവുമില്ലാതെ രാജ്യം വിട്ടിരിക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ നിർണായകമായിട്ടുള്ള മൺസൂൺ സെഷൻ ആരംഭിക്കാനിരിക്കെയാണ് ഈ ഒരു സാഹചര്യം. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ എപ്പോഴും സജീവമായിട്ട് പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന, 24 മണിക്കൂറും പണിയെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെയാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു റിലക്റ്റൻ്റ് ആയുള്ള പൊളിറ്റീഷ്യൻ
എത്രത്തോളം പോരാട്ടം കാഴ്ചവെക്കുമെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിക്ക് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാകാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഒഴിയുന്നതല്ലേ നല്ലത് എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സാധാരണ ജനങ്ങളും ഇത് ചർച്ചയാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ രാഹുൽ ഗാന്ധി ഇത്രയും ക്രൂഷ്യലായുള്ള സിറ്റുവേഷനിൽ രാജ്യത്തെ നയിക്കേണ്ട, അതായത് പ്രതിപക്ഷ നേതൃനിരയെ നയിക്കേണ്ട വ്യക്തിയാണ്, രാജ്യത്തെ നയിക്കേണ്ട വ്യക്തിയാണെന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. ഭാവി പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹം ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുകയാണെങ്കിൽ ഇതേ രീതിയിലുള്ള സ്വഭാവം തുടരുകയാണ്, പെട്ടെന്ന് മുങ്ങുകയാണെങ്കിൽ, പെട്ടെന്ന് രാജ്യം വിടുകയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ സഹിക്കും, ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നും നമ്മൾ അറിയേണ്ടതാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ദുരൂഹമായുള്ള സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതുവരെ രാജ്യത്ത് തിരിച്ചെത്തിയിട്ടില്ല.